ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന കുറിവാക്യം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ആഗമന കാലഘട്ടത്തിൽ ഒരു ക്രിസ്തുമസിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനത്തെ കുറിച്ച് ചിന്തിക്കുവാൻ, വചനം ജഡം ധരിച്ച ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. വചനം അവിടുത്തെ വക സംസാരിക്കുന്ന അടിയനും ഗ്രഹിക്കുന്ന അവിടുത്തെ ജനവും അവിടുത്തെ വക. ഒന്നതുപോലെ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ വഹിച്ച് നല്ലൊരു ആത്മീയ പരിപോഷണം നൽകി ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവകൃപ വ്യാപരിക്കട്ടെ. അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ആരാധനയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ഒരു ക്രിസ്തുമസിന്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആഗമന കാലഘട്ടത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് നാം ഇന്ന് ദൈവ സന്നിധിയിൽ ആയിരിക്കുന്നത്. ഈ നാളുകളിൽ ആഗമന ചിന്തകളാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ആഗമന കാലഘട്ടത്തിൽ 2-ാമത്തെ ഞായറാഴ്ച ദൈവവചന ഞായറായി ആരാധിക്കപ്പെടുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ദൈവവചനം നിലനിൽക്കുന്ന വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുന്നവരാണ് ക്രൈസ്തവ ജനത. അപ്പോൾ ദൈവവചനത്തെ നാം ഒന്നുകൂടെ മനസ്സിലാക്കുവാനും ദൈവവചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും ഈ ആഗമന കാലഘട്ടം നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി വേദപുസ്തക രചയിതാക്കളിലൂടെ രചിക്കപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം അത് ദൈവം തന്നെയാണ് എന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ 1-ാം വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്കായി ചെയ്തതും ദൈവം നമുക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നതും ദൈവം ഇനിയും നമുക്ക് വേണ്ടി ചെയ്യേണ്ടുന്നതുമായ കാര്യങ്ങളാണ് സത്യവേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സത്യവേദപുസ്തകം നാം ഒന്ന് തുറന്നു വച്ച് നമ്മുടെ മനസ്സിനെ അതിൽ ഒന്ന് കേന്ദ്രീകരിച്ച് നാം വായിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ചും ഈ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഇനി വരുവാനുള്ള കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടി ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഈ സത്യവേദ പുസ്തകം നമ്മോട് സംസാരിക്കുന്നതായി നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ദൈവവചനം
അലക്ഷ്യമായോ അവിവേകമായോ നിസ്സാരമായോ ആരും കൈകൊണ്ട് എടുക്കരുത്. ദൈവവചനം ഇരുവായി തലയുള്ള വാളാണ്. അത് വചനം പ്രസംഗിക്കുന്നവരെയും വചനം കേൾക്കുന്നവരെയും ഒന്നതുപോലെ ന്യായം വിധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനത്തിന്റെ ശക്തി നാം മനസ്സിലാക്കി ദൈവവചനം അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ നാം അതിനെ സമീപിക്കുകയും അത് വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ അതിൽ ഏകീകരിച്ചുകൊണ്ട് നാം അതിനെ വായിച്ച് ധ്യാനിക്കുന്നുവെങ്കിൽ സങ്കീർത്തനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ ദൈവവചനം നിന്റെ കാലിന് ദീപവും നിന്റെ പാതയ്ക്ക് പ്രകാശവുമായി തീരും എന്നുള്ളതാണ്. കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ആധുനിക കാലഘട്ടത്തിൽ ജീവച്ഛവങ്ങളായി ജീവിക്കുന്ന ലോക മാനവ ജനത അവരെ ജീവസുറ്റതായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഈ ദൈവ വചനത്തിന് മാത്രമേ കഴിയൂ. ഈ ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ കടന്നുപോയി നിമിഷ നേരങ്ങളുടെ സുഖങ്ങൾ ആസ്വദിക്കുകയും തുടർന്ന് ജീവിതത്തെ നിരാശയുടെ തലങ്ങളിലേക്ക് താഴ്ത്തുകയും ചെയ്യുന്ന ആധുനിക ലോകമേ, നിന്റെ ജീവിതത്തെ ഒരു ജീവസുറ്റതായ അനുഭവത്തിലൂടെ അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും നിന്റെ ജീവിതത്തെ ശക്തീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ദൈവ വചനമെന്ന മായമില്ലാത്ത പാൽ നാം കുടിക്കണം. ഈ കാലഘട്ടം മനുഷ്യ ജീവിതം വളരെ സങ്കീർണമായ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പ്രയാണം ചെയ്യുകയാണ്. എല്ലാവരും സംഘർഷാത്മകമായ ഒരു ജീവിതത്തിന്റെ ഉടമകളാണ്. ഇത്തരത്തിൽ ജീവിതത്തിന്റെ മുമ്പിൽ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ കടന്നു വരുമ്പോൾ തകർന്നു പോകുന്ന ജീവിതങ്ങൾ, ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങൾ സജീവതയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് അർത്ഥപൂർണമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യ ജീവിതങ്ങളാണ് ഞാൻ നിങ്ങൾ. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അടുത്ത നിമിഷം എനിക്ക് എങ്ങനെ എന്റെ ജീവിതം പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും, എങ്ങനെ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും, എങ്ങനെ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുമെന്ന് ചിന്തിക്കുന്ന ദൈവജനമേ, ദൈവ വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരേണ്ടതായ ഒരു ആവശ്യകതയെ കുറിച്ചാണ് ഇന്നിവിടെ ചിന്തിക്കുന്നത്. ഇന്ന് പലപ്പോഴും വേദപുസ്തകം നാം വായിക്കുന്നു, പക്ഷെ അതിനെ ചിന്തിക്കുവാനോ ധ്യാനിക്കുവാനോ ദൈവവചനം എന്നോട് സംസാരിക്കുന്നത് കേൾക്കുവാനോ ഒരല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് സമയമില്ല. ഇന്ന് പലപ്പോഴും ദൈവാലയത്തിലോ ആരാധനയിലോ കടന്നു വരണമേ എന്ന് പറയുന്നുവെങ്കിൽ അതിനെ കുത്തിപ്രസംഗങ്ങളാക്കി ചിത്രീകരിക്കുന്നവരെയും എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. കർത്താവായ യേശു തന്റെ വചന ശുശ്രൂഷയിലൂടെ ജീവനുള്ള വചനങ്ങൾ പ്രസംഗിച്ചപ്പോൾ അത് അനേകരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊണ്ടു. അതൊരു കുത്തിപ്രസംഗമല്ല, പിന്നെയോ അത് ആത്മാവിനെ തൊട്ടുണർത്തുന്ന, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധവൽക്കരിക്കുന്ന ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ആ വചനത്തിന് വിധേയപ്പെട്ട് ജീവിതം ക്രമീകരിക്കുന്നവരാണ് ദൈവ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത്. ഇന്ന് വിമർശനങ്ങളുടെ കാലഘട്ടമാണ്. എല്ലാവരെയും വിമർശിക്കുന്നു.
വിമർശനങ്ങൾക്ക് ഏതൊരു പഞ്ഞവുമില്ല. എന്നാൽ സ്വയത്തിലേക്ക് നോക്കുവാൻ, എന്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു, എങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഇങ്ങനെ സ്വയം വിമർശനാത്മകമായ ഒരു ജീവിതം നയിക്കുവാനാണ് ദൈവ വചനം നമുക്ക് നൽകുന്ന ചിന്ത. ഒന്നാമത്തെ ചിന്ത നവീകരിക്കുന്ന ദൈവ വചനം എന്നുള്ളതാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികൾക്കും അനാചാരങ്ങൾക്കും അധാർമികതയ്ക്കും വിഭാഗീയതകൾക്കും അക്രമങ്ങൾക്കും എതിരെ ഒരു തിരുത്തൽ ശക്തിയായി എക്കാലവും നിലകൊണ്ടതാണ് സത്യവേദ പുസ്തകം. ഇരുളിന്റെ അനുഭവങ്ങളിലായിരുന്ന ലോക ജനതയ്ക്ക് സത്യവേദ പുസ്തകത്തിലെ ദൈവ വചനം എന്നും ഒരു തിരുത്തൽ ശക്തിയായി നിലകൊണ്ടു. ലോകത്തെ നവീകരിക്കുവാനും ഒരു നവോത്ഥാനത്തിന്റെ അനുഭവങ്ങളിലേക്ക് നയിക്കുവാനും ഈ ദൈവ വചനത്തിന് സാധിച്ചു എന്നാണ് ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നാം ചിന്തിക്കുമ്പോഴും അത് ശരി തന്നെയാണ്. കേരളത്തിൽ അതേ ജാതി വ്യവസ്ഥയുടെയും വർണ്ണവർഗ ലിംഗ വ്യത്യാസങ്ങളുടെയും അനുഭവങ്ങളിൽ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരായി മാറുമറച്ച് വസ്ത്രം ധരിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ, പൊതു പള്ളിക്കൂടങ്ങളിൽ പഠിക്കുവാൻ കഴിയാതെ, വിദ്യാഭ്യാസം പോലും നിഷേധിച്ചിരുന്ന ഒരു ജനത ദൈവ വചനം മിഷണറി വര്യന്മാരാൽ നമ്മുടെ ഈ കേരളക്കരയിലേക്ക് നൽകിയപ്പോൾ ഈ ദൈവ വചനത്തിന്റെ ശക്തി നമ്മുടെ കേരളത്തെ നവീകരിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് അനേക നവീകരണ പ്രസ്ഥാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുൻവെച്ചുതി സംഭവിച്ചതായ ഈ ലോകത്തിൽ ഒരു മൂല്യാധിഷ്ഠിത നവീകരണമാണ് ഈ നാടുകളിൽ ആവശ്യമായിരിക്കുന്നത്. ഈ മൂല്യാധിഷ്ഠിത നവീകരണത്തിന് തുടക്കം കുറിച്ചത് സത്യവേദ പുസ്തകത്തിലെ ദൈവവചനങ്ങൾ തന്നെയെന്ന് കേരള ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു ചരിത്ര സത്യമാണ്. ഇവിടെ ദൈവവചനം ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു സമൂഹത്തെ മാത്രമല്ല, ലോകത്തെ ആകമാനം നവീകരിക്കുവാനും പരിവർത്തനത്തിലൂടെ നയിക്കുവാനുമുള്ള ശക്തി ആർജിച്ചതാണ് എന്ന് ലോക സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവവചനത്തിന്റെ ശക്തി നാം ഇന്ന് അവഗണിക്കുന്നുവോ എന്നൊരു ചോദ്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ദൈവ വചനത്തിന്റെ ശക്തിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവ വചനത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, ആ ദൈവവചനത്തിന്റെ ശക്തി നമ്മെ നവീകരിക്കും. അത് നമ്മുടെ ജീവിതത്തെ ഒരു മൂല്യാധിഷ്ഠിത നവീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഇന്ന് നാം പാഠമായി വായിച്ച രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ യോശിയ രാജാവിന്റെ കാലത്ത് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി അതിലെ വചനങ്ങൾ വായിച്ച് കേട്ടപ്പോൾ യോശിയ രാജാവ് വസ്ത്രം വലിച്ചു കീറി തന്റെ ദുഃഖം അവിടെ രേഖപ്പെടുത്തുകയാണ്. നിലവിലുള്ള സമൂഹത്തിലെ ദുസ്ഥിതികളെയും നിലവിലുള്ള സമൂഹത്തിലെ അനാചാരങ്ങളെയും അധാർമികതയെയും യഹൂദ ജനത്തിന് ബോധ്യം വരുത്തി കൊടുക്കുകയും ദൈവജനം അനാചാരങ്ങളെയും അധർമ്മ മാർഗങ്ങളെയും വിട്ടുതിരിഞ്ഞ് ദൈവ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടതായ ഒരു ആവശ്യകതയെ കുറിച്ച് ദൈവവചനം ശക്തമായി പറയുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ ആരാധന നടത്തുന്നു. ദൈവാലയത്തിന് ചുറ്റും ഇവിടെ ആയിരുന്നപ്പോൾ ചുറ്റിൽ നടന്നു പോകുന്നവരൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ദൈവാലയത്തിന് ചുറ്റും കറങ്ങി നടക്കുകയാണ്.
നമുക്കതൊക്കെ ഒന്ന് ചിന്തിക്കണം. കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോഴാണ് കുത്തിപ്രസംഗമായി മാറുന്നത്. എങ്കിലും ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനാധിഷ്ഠിതമായ ശുശ്രൂഷ ദൈവം നൽകുന്ന കാലം അത്രയും ചെയ്യാമെന്നുള്ളൊരു തീരുമാനമാണ്. അതുകൊണ്ട് എല്ലാവരും ആരാധനയിൽ ദൈവസന്നിധിയിൽ അകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു മനസ്സിലേക്ക് കടന്നു വരണം. ഒരു ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി വായിച്ചപ്പോൾ ജനത്തിന്റെ കുറവുകളെ കണ്ടെത്തുവാനായിട്ട് രാജാവിനും ജനത്തെ അത് സഹായിച്ചു എന്നുള്ളതാണ്. ഇവിടെ ദൈവവചനം അനുസരിച്ച് തെറ്റുകൾ തിരുത്തി ദൈവ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ജനതയായി സമൂഹത്തെ നവീകരിക്കുവാനും ദൈവവചനം വായിക്കുന്നതിലൂടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉപേക്ഷിച്ച് ജീവിതം നവീകരിക്കുന്നതിനും ജീവിതം ഒരു പുതുക്കത്തിന്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാനുമാണ് യോസിയ രാജാവ് തന്റെ ജനത്തോട് പഠിപ്പിക്കുന്നത്. ഈ ആഗമന കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദൈവ വചനത്തിന്റെ ശക്തി നാം മനസ്സിലാക്കുകയും അത് നമ്മെ സ്വയം നവീകരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ, ഒരു വിശുദ്ധീകരണത്തിലൂടെ, കൂടുതൽ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ ഒരു നവീകരണ ജീവിതം നയിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നവീകരണ സഭയാണ്. നവീകരണം നമ്മുടെ ഹൃദയങ്ങൾക്ക് ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ദൈവവചനം നവീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ മാത്രമേ അത് ജീവസുറ്റ അനുഭവമായി നമ്മെ സ്വാധീനിക്കുന്ന ശക്തിയായി അത് ജീവന്റെ വചനമായി മാറ്റപ്പെടുകയുള്ളൂ. രണ്ടാമത്തെ ചിന്ത, പ്രതിസന്ധികളിൽ കരുത്തേകുന്ന ദൈവവചനം എന്നുള്ളതാണ്. ദൈവവചനം ജീവനും ശക്തിയുമുള്ളതാണ്. ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ദൈവവചനം ഉണ്ടാകട്ടെ എന്ന ഒരു വാക്കിനാൽ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കുറിവാക്യമായ എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേകിച്ചറിയുന്നതുമാകുന്നു. ദൈവവചനത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പ്രിയമുള്ളവരെ, വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവവചനത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഇപ്പൊ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവവചനം എന്ന് പറയുന്നത്. ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ചിന്തകളെ വിവേകിച്ച് തിരുത്തേണ്ടതിനെ തിരുത്തുവാനും നവീകരിക്കേണ്ടതിനെ നവീകരിക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഈ ദൈവവചനം നാം ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് നമ്മെ തന്നെ നവീകരിക്കുവാനും നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ സധൈര്യത്തോടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനും ഈ വചനം നമ്മെ ശക്തീകരിക്കും എന്നുള്ളതാണ്. ഈ ദൈവവചനത്തിന് മുന്നിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. നാം എത്ര തന്നെ നമ്മുടെ ജീവിതത്തെ മറച്ചു പിടിച്ചാലും, എത്ര തന്നെ നാം അഭിനയിച്ചാലും, ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതം തുറന്ന് മലർന്നു കിടക്കുന്ന ഒരു അനുഭവം എന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അത് ഇരുവായി തലയുള്ള വാൾ, ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ഒരു ആയുധമാണ് ദൈവവചനം. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും തുളച്ച് കയറുന്ന ശക്തമായ വചനമാണ് ദൈവവചനം എന്നുള്ളതാണ്.
അപ്പോൾ ഏത് കഠിന ഹൃദയത്തെയും തകർക്കുവാനും ഏത് കല്ലായ അനുഭവങ്ങളെയും മാംസളമായ അനുഭവമായി മാറ്റുവാനും ഈ ദൈവവചനത്തിന് കഴിയും. ഇന്ന് നാം എല്ലാവരും ഹൃദയം മറച്ചു പിടിച്ച് സംസാരിക്കുവാൻ കഴിവുള്ളവരാണ്. ഏത് ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുവാൻ ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഈ ദൈവവചനത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്ന് എബ്രായ ലേഖനകർത്താവ് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവവചനത്തിന് ശക്തി ഉണ്ട്. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിത അനുഭവങ്ങളിലൂടെ നാം ഇന്ന് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ ദൈവവചനം നിന്റെ കാലിന് ദീപവും നിന്റെ പാതയ്ക്ക് പ്രകാശവുമായി തീരുന്നുവെങ്കിൽ ഭാവി ജീവിതം സന്തോഷവും സമാധാനപൂർണവും ആനന്ദദായകവുമായ ഒരു ജീവിത അനുഭവമായി മാറ്റപ്പെടും എന്നുള്ളതാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ ദൈവവചനത്തിൽ നിന്ന് അകലുമ്പോൾ സദാചാരത്തിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും കുടുംബ ബന്ധത്തിൽ നിന്നും അവനവന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും അകലുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ ബോധപൂർവം നിർവഹിക്കണമെങ്കിൽ നാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത പാപബോധം വരുത്തുന്ന ദൈവവചനം എന്നുള്ളത്. ഇന്ന് പാപത്തെ പാപമല്ലാതാക്കി തീർത്ത് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് അത് പാപം ഒരു ശരിയായ പ്രവൃത്തിയായി നീതീകരിച്ച് അതിന്റെ മധ്യത്തിലൂടെയാണ് ഇന്ന് ക്രൈസ്തവ ജനത കടന്നു പോകുന്നത്. ദൈവ വചനം വായിക്കുന്ന, ധ്യാനിക്കുന്ന, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപബോധം ഉളവാക്കുവാൻ ദൈവവചനം ശക്തിദായകമാണ്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സംഭവിച്ച ഈ ഭൂമിയിൽ ജനത്തിന് പാപബോധം വരുത്തുവാനും മാനസാന്തരത്തിലേക്ക് ജനത്തെ നയിക്കുവാനും ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട് എന്നുള്ളതത്രേ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്നും നമ്മെ പഠിപ്പിക്കുന്നത് ഈ ദൈവവചനം തന്നെയാണ്. ഇന്ന് നമ്മുടെ പ്രവർത്തികളെ ഒന്ന് തിരിഞ്ഞു നോക്കണമേ. ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ ചെയ്ത് പാപപങ്കിലമായ ജീവിതത്തിന്റെ അടിമകളായി ജീവിക്കുന്ന അനേകരെ നമുക്കിന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും ഇതേ ദൈവവചനം തന്നെയാണ്. അപ്പോൾ ദൈവത്തിന്റെ രക്ഷാപദ്ധതി സാധ്യമായത് മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വചനം ജഡം ധരിച്ച ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചതിലൂടെയാണ്. അപ്പോൾ വചനം ജഡം ധരിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെയാണ് ലോക മാനവ ജനതയ്ക്ക് രക്ഷ സമ്പാദിതമായിരിക്കുന്നത്. അപ്പോൾ ദൈവ വചനത്തെ കുറിച്ച് പൗലോസിന്റെ പഠിപ്പിക്കലുകൾ ഇപ്രകാരമാണ്: ദൈവവചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവിക ശക്തിയുമാണ്. അത് തന്നെയാണ് ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത്, ദൈവവചനം ഇരുവായി തലയുള്ളവാണ്. അത് രക്ഷിക്കുകയും ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും. അനുസരിക്കുന്നവന് അത് രക്ഷയ്ക്ക് മുഖാന്തരമായി തീരും, മറുതലിക്കുന്നവന് അത് ശിക്ഷയ്ക്കും മുഖാന്തരമായി ഭവിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിനെ പത്രോസ് പഠിപ്പിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പ്രിയമുള്ളവരെ, വചനം ജഡം ധരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന മഹോത്സവത്തെ ആഘോഷമാക്കി തീർക്കുന്ന ഒരു ആഗമന കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ
വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ജീവിതത്തെ ഒന്ന് നവീകരിക്കുവാനും പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ സധൈര്യത്തോടുകൂടെ അതിനെ അഭിമുഖീകരിക്കുവാനും പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചുമുള്ള വചനത്തിന്റെ പഠിപ്പിക്കലുകൾ നാം സ്വീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഒരു സ്വയം വിമർശനാത്മകമായ ജീവിത അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിച്ച് ഈ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.